ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മള് അമ്മമ്മയുടെ തറവാട്ടിലോട്ട് പോവാണ്. എന്തിനാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ഓൾറെഡി ക്ലോസ് ആയി കിടക്കാണ്, ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെല്ലാവരും ഒരു പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പോകുന്നത്, കാരണം ക്ലീൻ ചെയ്യാനാണല്ലോ പോകുന്നത്. ഇതൊരു വളരെ കുഞ്ഞു വ്ലോഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ റെഡി ആയി, നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നത് നമ്മുടെ ഓട്ടോറിക്ഷയിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. എത്രയും വേഗം നമ്മൾ അവിടെ എത്തും, കാരണം ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്ക് അവിടേക്ക് ഒരു മിനിമം പോയി കഴിഞ്ഞാൽ 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം കാടായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിറങ്ങണം, കാരണം കുഞ്ഞു സ്റ്റെപ്പാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ അമ്മമ്മയുടെ തറവാട് വീട്. അപ്പോൾ ഗൈസ്, നമ്മൾ നടന്നു വരുന്ന വഴിയിൽ നമുക്കിവിടെ പൂ കാണാൻ വേണ്ടി സാധിക്കാം. ഈ പൂവിന്റെ പേര് മെയ് മാസപ്പൂ എന്ന് എന്തോ ആണ് ഇവർ പറയുന്നത്. മെയ്യിൽ വരുന്ന പൂവാണ് തോന്നുന്നു. ആക്ച്വലി സാധനം കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഈ പൂവിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ മഞ്ഞപ്പൊടി ആയ പോലെ ഒരു ചെറിയ മഞ്ഞ കളർ കാണും. ഈ പൂവിൻ്റെ ഇവിടെ കാണുന്ന മഞ്ഞ കളറൊക്കെ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ട്. പക്ഷെ സാധനം കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഇവിടെ ഫുള്ള് കാടായിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ പുല്ലൊക്കെ ആദ്യം പറിക്കണം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. മുൻവശം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ, ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കാണുന്നതായിരുന്നു ഇവിടുത്തെ മുന്നത്തെ പശുത്തൊഴുത്ത്. ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പശുവിനെ കിട്ടിയിരുന്നത് ഈ ഒരു തൊഴുത്തിലായിരുന്നു. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക്. നമുക്ക് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്ക് വശത്തോട്ടും എത്താം. ആൻഡ് ഇതാണ് വീടിൻ്റെ ബാക്ക് വശത്ത് നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് റബ്ബറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടാവലുണ്ട്. ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് നല്ല കൊതുകടിയാണ്. ആൻഡ് ദെൻ ചെറിയ കോഴിക്കൂടും കൂടെ ഉണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 8-7 കോഴികളുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ്, നമുക്കിനി വീടിന്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഹാളാണ്. നമുക്കിനി ഉള്ളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഹാള്. കയറി വരുന്നതും കാണുന്ന ഹാള്. ഇവിടുത്തെ നമ്മൾ ഈ അടുത്ത് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ പെയിന്റ് അടി സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതാണ് ഇവിടെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നത്. ആൻഡ് ദെൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു കുഞ്ഞി ഹാളും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ മിനി ഹാള്. ആൻഡ് ഒരു ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ ഒരു റൂമുണ്ട്. നമുക്ക് ഒരു മിനി റൂമാണ്. ഈ മിനി റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു റൂമും കൂടെ ഉണ്ട്. ആ റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ റൂം ഒന്നും കൂടെ വലിയ റൂമാണ്. കുറച്ചും കൂടെ സ്പേസ് ഉണ്ടായിരുന്നു ഈ റൂമിൽ. ഈ റൂമിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ പഴയ വീട്ടിലും ഇതുപോലത്തെ സംഭവം ഉണ്ടാവും. എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഈ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ഹാൾ തന്നെയാണ്. ഹാളിൽ നമ്മൾ നേരെ ഇറങ്ങി ഇങ്ങോട്ട് വന്നാലാണ് നമ്മുടെ അടുക്കള. അടുക്കളയ്ക്ക് ഇറങ്ങാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അടുക്കള അത്യാവശ്യം വലിയ അടുക്കളയാണ്. ഓക്കെ, അങ്ങനെ ഇതായിരുന്നു നമ്മുടെ അടുക്കള. വീടിന്റെ ബാക്ക് സൈഡായിരുന്നു നമ്മുടെ തൊഴുത്തുണ്ടായിരുന്നു. ഇവിടെ ഒരു 2-2.5 വർഷമായിട്ട് ആൾതാമസമില്ല. അപ്പം നമ്മളാണ് ഇവിടെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ ഇവിടെ വന്ന് ക്ലീൻ ചെയ്ത് പോകലാണ്. ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് അതിന് നല്ല ബുദ്ധിമുട്ടും ഉണ്ട്. പിന്നെ ഈ തൊഴുത്തിൻ്റെ ബാക്കിലായിരുന്നു ഇവിടുത്തെ വാഷ്റൂം, ടോയ്ലറ്റ്. ഈ തൊഴുത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള അതായിരുന്നു വാഷ്റൂം. അതായിരുന്നു ഇവിടുത്തെ വാഷ്റൂം. കൊതുക്. അപ്പൊ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടാണ് എൻ്റെ അമ്മമ്മയുടെ തറവാട് വീട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഓൾമോസ്റ്റ് തറവാട് വീടൊക്കെ ഇതേപോലെ ആയിരിക്കും. ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നല്ലോ. എല്ലാവർക്കും ബൈ.